നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ മൂവാറ്റുപുഴ നഗരത്തിലെ റോട്ടറി റോഡ് LDFും UDFും വെവ്വേറെ ഉദ്ഘാടനം ചെയ്തു. നഗരത്തിലെ ഗതാഗത കുരുക്ക് കണക്കിലെടുത്ത് ഇന്നലെ LDF പ്രവർത്തകർ ഗതാഗതത്തിനായി റോഡ് തുറന്നു നൽകി. ഇതിനു പിന്നാലെ മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ വീണ്ടും റോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ഇത്രയും വലിയ പദ്ധതികൾ മൂവാറ്റുപുഴയിൽ നടന്നു എന്നത് ജനങ്ങൾ അറിയരുത് എന്നതുകൊണ്ട് മൂവാറ്റുപുഴയിൽ ഒരു ഉദ്ഘാടനവും വേണ്ട എന്നുള്ളത് CPMന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണോ എന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടെ രാഷ്ട്രീയ അടവുകൾ ഇവിടെ വിലപ്പോകില്ല, അതിന് ഞങ്ങൾ നിന്നു തരില്ല. പക്ഷെ രാഷ്ട്രീയ മര്യാദ ഉണ്ട് എന്നത് കരുതി ഇത് നിങ്ങൾ നിങ്ങളുടെ അടവ് നയങ്ങളുമായി വന്നാൽ അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതി എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അതുകൊണ്ട് ഈ തരുണത്തിൽ എനിക്ക് പറയാനുള്ളത്, ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും സഖാക്കന്മാരോ നേതാക്കന്മാരോ CPMൽ ഉണ്ടായെങ്കിൽ അതിനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുന്നതായിരിക്കും. അവർക്ക് അതിനുള്ള അനുമതി തരാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. കാരണം ജനങ്ങൾ മണ്ടന്മാരല്ല, ജനങ്ങൾ പൊട്ടന്മാരല്ല. അതുകൊണ്ടാണ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ 11 പഞ്ചായത്തിൽ 10 നിങ്ങൾ പരാജയപ്പെട്ടത് എന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. നാം നടത്തിയിട്ടുള്ള നിവേദനങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ് ഈ റോഡിന് 34 ലക്ഷം രൂപ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. വലിയ കോടിക്കണക്കിന് രൂപയുടെ വർക്കൊന്നുമല്ല. ഇദ്ദേഹം സ്വീകരിക്കുന്നത്, MLA സ്വീകരിക്കുന്നത് PR ഏജൻസിയെ വെച്ചുകൊണ്ട് വർക്കുകളാണ് സ്വീകരിക്കുന്നത്. മുനിസിപ്പൽ ചെയർമാന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പല ഫ്ലെക്സുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ നിസ്സാരപ്പെട്ട ഒരു വർക്കിന്റെ ഒരു ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇന്ന് 10 മണിക്ക് തീരുമാനമെടുത്തിട്ടുള്ളത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് ഈ പട്ടണത്തിലെ ജനങ്ങളോട് താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിജ്ഞാത്മകമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം ഈ പട്ടണത്തിലെ ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അഡ്വാൻസായി ഈ റോഡ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനം നാം എടുത്തിട്ടുള്ളത്. സ്നേഹമോൾ ഞാൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സ്നേഹ, ഒരു റോഡ് 2 ഉദ്ഘാടനം, എന്താണ് ഉണ്ടായത്? മോത്തി, മൂവാറ്റുപുഴയിലെ വൺവേ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് എവറസ്റ്റ് ജംഗ്ഷനിൽ അവസാനിക്കുന്നതാണ് ഈ റോട്ടറി റോഡ് എന്നത്. ഈ റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയായിരുന്നു. കുണ്ടും കുഴികളും ഒക്കെ രൂപപ്പെട്ട് ആർക്കും നടക്കാനോ ഒരു വാഹനങ്ങൾക്കോ യാത്ര ചെയ്യാനോ വയ്യാത്തൊരവസ്ഥയാണിത്. അങ്ങനെയാണ് സംസ്ഥാന സർക്കാരിനെ 34 ലക്ഷം രൂപ ചെലവഴിച്ച് ആ റോഡിന്റെ ഒരു നിർമ്മാണം പൂർത്തിയാകുന്നത്. ആ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ടൈല് വിരിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. പക്ഷെ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടും അത് ഗതാഗതത്തിനായി ഈ റോഡ് അധികാരികൾ തുറന്നു കൊടുക്കുന്നില്ല എന്നാരോപിച്ചാണ് LDF കഴിഞ്ഞ ദിവസം ഈ റോഡ് ഗതാഗതത്തിനായിട്ട് തുറന്നു നൽകുകയും തുടർന്ന് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും മറ്റുമൊക്കെ ചെയ്തത്. ഏകദേശം 9 മണിയോട് കൂടിയാണ് LDF എത്തി ഈ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിനുശേഷമാണ് ഒരു 10 മണിയോട് കൂടി തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ UDFും ഇതിന്റെ ഒരു ഉദ്ഘാടനം നടത്തുന്നത്. ഈ രണ്ടുപേരും LDFും UDFും, LDF സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരു ഫ്ലെക്സും, UDF MLA മാത്യു കുഴൽനാടനും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മറ്റൊരു ഫ്ലെക്സും അവിടെ സ്ഥാപിക്കുകയുണ്ടായി. എന്തായാലും ഇനി ഒരു ഉദ്ഘാടനം മൂവാറ്റുപുഴയിൽ വരുമ്പോൾ അത് LDFനെ കൊണ്ട് നിർവഹിപ്പിക്കാമെന്ന തരത്തിൽ ഈ മാത്യു കുഴൽനാടൻ MLA പ്രസംഗിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് 34 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ പൂർത്തിയായത്. മറ്റൊരു കാര്യം എന്നത് ഈ 2 പാർട്ടികളും, അതായത് LDFും UDFും അവിടെ വന്ന ഉദ്ഘാടനം ഒക്കെ നടത്തിപ്പോയി. പക്ഷേ ആളുകളെ ഇത് ഒരു തരത്തിലും ബാധിച്ചില്ല എന്നതാണ്. ആരൊക്കെ ഉദ്ഘാടനം ചെയ്താലും ആ ഗതാഗത കുരുക്ക് ഒഴിഞ്ഞു കിട്ടണം എന്നൊരു ആവശ്യം മാത്രമായിരുന്നു ജനങ്ങൾക്കും ഉണ്ടായിരുന്നത്. ശരി, ആരൊക്കെ ഉദ്ഘാടനം നിർവഹിച്ചാലും പൊതുജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ കഴിയുക എന്നതാണ് ആവശ്യം.